ഹലോ മക്കളെ, വെൽക്കം ബാക്ക്. അപ്പോൾ മക്കളെ, നമ്മുടെ ഓണം എക്സാം ടൈം ടേബിൾ ഒഫീഷ്യലി വന്നിരിക്കുകയാണ്. റെഡി? അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ തന്നെ നമുക്ക് 18 തന്നെ, ഓക്കെ, ഓഗസ്റ്റ് 18 തന്നെ എക്സാം സ്റ്റാർട്ട് ചെയ്യും. തിങ്കളാഴ്ച തന്നെ നമുക്ക് എക്സാം സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ എക്സാമിനെ കുറിച്ച് മനസ്സിലാക്കേണ്ട കാര്യം നമുക്കറിയാം. ഇത് പബ്ലിക് എക്സാം ആയിട്ടല്ല ഉള്ളത്, അല്ലേ? പബ്ലിക്കായിട്ട് നമുക്ക് ടൈം ടേബിൾ കിട്ടിയിട്ടുണ്ട്. പക്ഷേ എക്സാം നിങ്ങൾക്ക് സ്കൂൾ വൈസ് ആയിരിക്കും, അല്ലെ? സ്കൂളിൽ നിന്ന് അവർ തന്നെ ടീച്ചേഴ്സ് തന്നെ പ്രിപ്പയർ ചെയ്യുന്ന ക്വസ്റ്റ്യൻ പേപ്പേഴ്സും കാര്യങ്ങളൊക്കെ തന്നെയായിരിക്കുമെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യമാണ്, അല്ലേ? അപ്പോൾ എന്താണ്, ടൈം ടേബിൾ നിങ്ങൾക്ക് ഇങ്ങനെയായിരിക്കും. ഈ ഒരു ടൈം ടേബിൾ പ്രകാരമാണ് നിങ്ങൾക്ക് ഓണം എക്സാം ഉണ്ടാകാൻ പോകുന്നത്. അപ്പം 18-ാം തീയതി തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നുള്ളത് ഇപ്പോൾ കറക്റ്റായി മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ ഏതാണെന്നുള്ളത് നമുക്ക് നോക്കാം. ഏതൊക്കെയാണ്, എങ്ങനെയൊക്കെയാണ്, ടൈം ഉണ്ടോ, പഠിക്കാൻ ടൈം ഉണ്ടോ, എക്കോണമി ഒക്കെ ടൈം ഉണ്ടോ എന്നൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ അതിനു മുൻപ് നിങ്ങൾ മനസ്സിലാക്കുക, ഓണം എക്സാം ഇങ്ങനെയാണ്, പബ്ലിക് എക്സാം ആയിട്ടല്ല, സ്കൂൾ വൈസ് ആണ് നടത്തുന്നത്. അപ്പോൾ ടൈം ടേബിൾ തന്നെയാണ്. അപ്പോൾ സ്കൂൾ വൈസ് ആണെങ്കിൽ കൂടി സീരിയസ് ആയിട്ട് കാണുക. ഈ ടൈം ആകുമ്പോഴേക്കും പഠിച്ചു തീർക്കേണ്ട കാര്യങ്ങൾ അടിപൊളിയായിട്ട് തന്നെ പഠിച്ചു തീർക്കുക. നല്ല അടിപൊളിയായിട്ട് തന്നെ എക്സാം എഴുതുക. ഓക്കെ, ഇങ്ങനെ നടത്തുന്ന ഒരു പബ്ലിക് എക്സാം അല്ല എന്നുള്ള ഒരു മൈൻഡ് സെറ്റ്, അല്ലെങ്കിൽ ആ ഒരു മെൻറ്റാലിറ്റി നിങ്ങൾ ഓണം എക്സാമിനെ കാണാതിരിക്കുക. ഈ ഒരു ടൈം ആകുമ്പോഴേക്കും നമുക്ക് പഠിച്ചു തീർക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്, അത് തീർക്കുക എന്ന് തന്നെയായിരിക്കണം നമ്മുടെ ലക്ഷ്യം. ഓക്കെ, അത് നന്നായിട്ട് പഠിക്കുക. ഈ ടൈം ആകുമ്പോഴത്തേ പഠിച്ച് തീർക്കുക. റെഡി? ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം ഏതൊക്കെയാണ്. 18-ാം തീയതി നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ നമ്മുടെ ലാംഗ്വേജിൽ നിന്നാണ്. ഓക്കെ, നമ്മുടെ സെക്കൻഡ് ലാംഗ്വേജിൽ നിന്നാണ്. റെഡി? അപ്പം മലയാളമോ അല്ലെ ഹിന്ദിയോ അതിൽ നിന്നായിരിക്കും നമ്മൾ എന്താക്കുന്നത്, നമ്മുടെ എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, 18-ാം തീയതി. നമുക്ക് മെജോറിറ്റി എക്സാം വരുന്നത് ആഫ്റ്റർനൂൺ തന്നെയാണ് കേട്ടോ. അതിൽ ഒറ്റ എക്സാം മാത്രമേ നമുക്ക് രാവിലെ ഉണ്ടാകുന്നുള്ളൂ. അത് തൊട്ടടുത്ത ദിവസം തന്നെ, ട്യൂസ്ഡേ. ഓക്കെ, ചൊവ്വാഴ്ച 19-ാം തീയതി ഇംഗ്ലീഷ് ആയിരിക്കും. ഇംഗ്ലീഷ് നമുക്ക് രാവിലെയാണ് എക്സാം ഉള്ളത്. ഓക്കെ, റെഡി? അപ്പം ലാംഗ്വേജ് ആണ്. ദെൻ സെക്കൻഡ് തൊട്ടടുത്ത ദിവസം തന്നെ ഇംഗ്ലീഷ് ഉണ്ട്. ഓക്കെ, പിന്നെ അവിടെയും വൈകുന്നില്ല, തൊട്ടടുത്ത ദിവസം, അതായത് ബുധനാഴ്ച 20-ാം തീയതി നമുക്ക് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ഉണ്ടാകുന്നുണ്ട്. ഓക്കെ, കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ്റെ എക്സാം ആണ്. റെഡി? തൊട്ടടുത്ത ദിവസം തന്നെ നമുക്ക് അവിടെ ഗ്യാപ്പും കാര്യങ്ങളും ഒന്നുമില്ല. തൊട്ടടുത്ത ദിവസം തന്നെ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ഉണ്ട്. ഇനിയിപ്പം പൊളിറ്റിക്കൽ സയൻസ് എടുത്തവർക്കാണെങ്കിൽ പൊളിറ്റിക്കൽ സയൻസ് ആയിരിക്കും. ഓക്കെ, റെഡി? ഇനിയിപ്പോൾ സ്റ്റാറ്റി എടുത്തവരാണെങ്കിൽ, ഓക്കെ, സ്റ്റാറ്റി ഉള്ളവരാണെങ്കിൽ തൊട്ടടുത്ത ദിവസമാണ് കേട്ടോ. അതായത് തേഴ്സ്ഡേ ആണ് സ്റ്റാറ്റിയുടെ എക്സാം നമുക്ക് വരുന്നുണ്ടാവുക. റെഡി? അപ്പോൾ പലരും ശ്രദ്ധിക്കാത്തൊരു കാര്യം, നമ്മുടെ ഓപ്ഷണൽ പേപ്പർ ആയിട്ടുള്ള കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ്റെ കേസ് ആയിരിക്കും. റെഡി? എല്ലാവരും സീരിയസ് ആയിട്ട് തന്നെ പഠിക്കേണ്ട ഒരു സബ്ജക്റ്റ് ആണ്. ഓക്കെ, പെട്ടെന്ന് നല്ല രീതിക്ക് നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാനും പറ്റും. അപ്പോൾ മാർക്ക് പോകാനും പറ്റും. കുറച്ച് നമുക്ക് പഠിച്ച് ഓർത്തിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ഉള്ളൊരു പേപ്പർ തന്നെയാണ്. അപ്പോൾ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ നിങ്ങൾ ഓർക്കുക. നമുക്ക് ഗ്യാപ്പും കാര്യങ്ങളൊന്നുമില്ല. തിങ്കൾ, ചൊവ്വ, ബുധനാഴ്ചയാണ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ്റെ എക്സാം ഉണ്ടാകുന്നത്. അതും നമുക്ക് ആഫ്റ്റർനൂൺ തന്നെയാണ്. ഓക്കെ, റെഡി? ദെൻ നമുക്ക് വരുന്നത്, അവിടെ സാറ് പറഞ്ഞു നിങ്ങൾക്ക് നിങ്ങൾക്ക് പറഞ്ഞ തേഴ്സ്ഡേ നമ്മൾ പറഞ്ഞു നിങ്ങൾക്ക് സ്റ്റാറ്റിയുടെ ഉണ്ടാവും എന്ന് പറഞ്ഞു. സ്റ്റാറ്റി എടുത്തവർക്കാണെങ്കിൽ തേഴ്സ്ഡേ ആണ് സ്റ്റാറ്റി ഉള്ളതെന്ന് സാറ് പറഞ്ഞിട്ടുണ്ട്. റെഡി? അപ്പം സ്റ്റാറ്റി അല്ലാത്തവർക്ക് ഇവിടെ ഒരു ദിവസം ഗ്യാപ്പ് ഉണ്ട്. തേഴ്സ്ഡേ നിങ്ങൾക്ക് ഗ്യാപ്പ് ആയിരിക്കും. റെഡി? അപ്പോൾ വെള്ളിയാഴ്ച, ഓക്കെ, 22-ാം തീയതി നിങ്ങൾക്ക് എക്കണോമിക്സ് ആണ്. അപ്പോൾ നോക്കൂ, നമ്മൾ ഓപ്ഷണൽ പേപ്പർ കഴിഞ്ഞിട്ട് സ്റ്റാറ്റി അല്ലാത്തവർക്ക് ഇവിടെ ഒരു ഗ്യാപ്പ് ഉണ്ട്. ആ ഒരു ഗ്യാപ്പ് യൂസ് ചെയ്താൽ അടിപൊളിയായിട്ട് നമുക്ക് ഏത് പഠിക്കാം, എക്കണോമിക്സിന് പഠിക്കാൻ ഒരു ടൈം ഉണ്ട്, ഒരു ദിവസം നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. ദെൻ വെള്ളിയാഴ്ചയാണ് എക്കണോമിക്സ്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ തിങ്കളാഴ്ചയാണ് നിങ്ങൾക്ക് അക്കൗണ്ടൻസി വരുന്നത്, 25-ാം തീയതി. റെഡി? അപ്പോൾ 2 ദിവസം അവിടെ നിങ്ങൾക്ക് കിട്ടും. സാറ്റർഡേ, സൺഡേ നിങ്ങൾക്ക് അവിടെ കിട്ടുന്നുണ്ട്. ഓക്കെ, സെറ്റ്. അക്കൗണ്ടൻസിക്ക് 2 ദിവസം നിങ്ങൾക്ക് അവിടെ ഗ്യാപ്പ് ഉണ്ടാകുന്നുണ്ട്. അടിപൊളിയായിട്ട് തന്നെ ഇരുന്ന് പഠിക്കാൻ പറ്റും. 25-ന് മൺഡേ ആണ് അക്കൗണ്ടൻസിയുടെ എക്സാം വരുന്നത്. റെഡി? അതും ആഫ്റ്റർനൂൺ തന്നെയാണ്. ഓക്കെ, ഇനി നമുക്ക് നോക്കേണ്ടത് 25 കഴിഞ്ഞു. ദെൻ നമുക്ക് തൊട്ടടുത്ത ദിവസം ഗ്യാപ്പ് ഉണ്ട്, ട്യൂസ്ഡേ. അവിടെ നമുക്കുള്ള സബ്ജക്റ്റുകളൊന്നും അല്ല. അപ്പോൾ അവിടെ ദിവസം ഗ്യാപ്പ് ഉണ്ട്. 27-ാം തീയതി വെനസ്ഡേ ആഫ്റ്റർനൂൺ ആണ് നമുക്ക് ബിസിനസ് സ്റ്റഡീസ് വരുന്നത്. ലാസ്റ്റ് ബിസിനസ് സ്റ്റഡീസ് ആണ് 27-ാം തീയതി വെനസ്ഡേ. അപ്പോൾ അന്നോട് നമ്മളെ എക്സാം കഴിയുകയാണ്. അപ്പം ബിസിനസ് സ്റ്റഡീസ് നമ്മുടെ മെയിൻ സബ്ജക്റ്റുകൾക്ക് എല്ലാം നിങ്ങൾക്ക് ഒരു ഗ്യാപ്പ് ഉണ്ട്. ഓക്കെ, ബിസിനസ് സ്റ്റഡീസിന് ഒരു ദിവസം കിട്ടുന്നുണ്ട്, അക്കൗണ്ടൻസിക്ക് 2 ദിവസം കിട്ടുന്നുണ്ട്, എക്കണോമിക്സിനും നിങ്ങൾക്ക് ഒരു ദിവസം കിട്ടും. ഓക്കെ, അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ്റെ കേസാണ്. കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ നമുക്ക് ഗ്യാപ്പും കാര്യങ്ങളൊന്നും ഇല്ല. ലാംഗ്വേജ് സബ്ജക്റ്റ് കഴിഞ്ഞ്
തൊട്ടടുത്ത ദിവസം തന്നെ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ വരുന്നുണ്ട്. റെഡി? അപ്പോൾ നമുക്ക് പഠിക്കാനുള്ള ടൈമും കാര്യങ്ങളൊക്കെ കോർ സബ്ജക്റ്റുകൾക്കൊക്കെ അതിൻ്റെ ഇടയിൽ ഗ്യാപ്പ് വരുന്നുണ്ട്. അപ്പോൾ നല്ല അടിപൊളിയായിട്ട് തന്നെ നമുക്ക് പഠിക്കാനുള്ള ടൈമും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്കറിയാം ആഫ്റ്റർനൂൺ ആണ് നമ്മൾ മെജോറിറ്റി എക്സാമുകൾ ഉണ്ടാവുക. ആഫ്റ്റർനൂൺ എന്ന് പറയുമ്പോൾ നമുക്ക് ഓക്കെ 1:30 സ്റ്റാർട്ട് ചെയ്യുക, വെള്ളിയാഴ്ച 2 മണിക്ക് എന്നുള്ള കാര്യങ്ങളൊക്കെ ഓർത്ത് വെക്കുക. അപ്പോൾ ദാ ഈ ഒരു ടൈം ടേബിൾ വെച്ച് നമ്മൾ അടിപൊളിയായിട്ട് പഠിക്കുക. റെഡി? അപ്പോൾ നമ്മളെ മെയിൻ സബ്ജക്റ്റുകൾക്ക് ഗ്യാപ്പുകൾ ഉണ്ട് എന്നുള്ള മനസ്സിലാക്കുക. അപ്പോൾ അതിനനുസരിച്ച് ഇതാ ഇപ്പോൾ ഓക്കെ നമ്മൾ വൺ ഷോട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് അടിപൊളിയായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതൊക്കെ നല്ല രീതിയിൽ യൂസ് ചെയ്യുക. നമ്മുടെ ഈ ഒരു ടൈം ആകുമ്പോഴേക്കും നല്ല എല്ലാം സെറ്റായിട്ട് കംപ്ലീറ്റ് ചെയ്യുക, അടിപൊളിയായിട്ട് ഓണം എക്സാം എഴുതുക. ഓക്കെ അല്ലേ? സെറ്റ്? നമുക്ക് വീണ്ടും കാണാം പുതിയ വീഡിയോ ആയിട്ട്. അതുവരെ ബൈ.